ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് വീക്ക്ലി റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്. നവംബർ 11 മുതൽ 17 തീയതി വരെയുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി ഓപ്ഷൻസ് കാണാൻ സാധിക്കും. പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പയൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ നെക്സ്റ്റ് 7 ഡേയ്സിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. ഓക്കെ, താങ്ക് യു. പയൽ നമ്പർ 1ൻ്റെ ഈ ഒരു വീക്കിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. അതുപോലെ തന്നെ ഈ ഒരു വീക്കിൻ്റെ നവംബർ 15 വന്നിട്ട് ഫുൾ മൂൺ വരുന്നുണ്ട്. ഓക്കെ, മജിഷ്യൻ്റെ എനർജി സ്റ്റാർട്ടിങ് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ്. ചാരിറ്റിൻ്റെ എനർജി, നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജി, ഇവിടെ സൺ വന്നിട്ടുണ്ട്, ടെമ്പറൻസ്, Four of Pentacles in the energy, King of Pentacles in the energy വന്നിട്ടുണ്ട്. ഇവിടെ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ഒരു മജിഷ്യൻ്റെ എനർജിയിലിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ആ ഒരു മാജിക്കൽ എനർജിയിലിരിക്കുന്നതായിട്ടാണ് ഈ ഒരു വീക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് പീസ്, സമാധാനം, ആ ഒരു എനർജി മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ടാകാം മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ക്ലാരിറ്റി, വ്യക്തത വരുന്നുണ്ടാകാം ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസിൽ പറയുന്നത് പൈസ മാനേജ് ചെയ്യാനായിട്ട് പഠിക്കുക. ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാനായിട്ട് പഠിക്കുക. അത് നിങ്ങളെ ഈ ഒരു വീക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പൈസ ചിലവാക്കേണ്ട സ്ഥലങ്ങളിൽ ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യുക. അല്ലാത്ത സമയത്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ടും ശ്രമിക്കുക. അപ്പോൾ അതെങ്ങനെ ബാലൻസിൽ കൊണ്ടുപോകണം, ആ ഒരു എനർജി സ്റ്റഡി ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീക്ക് വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഓവറോൾ ഈ ഒരു വീക്കിൽ നിങ്ങളുടെ ലൈഫിൽ സക്സസ് എങ്ങനെ കൊണ്ടുവരണം, ബാലൻസ്, സ്റ്റെബിലിറ്റി എങ്ങനെ കൊണ്ടുവരണം, ആ ഒരു എനർജിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഒത്തിരി ഡിറ്റർമിനേഷൻ്റെ എനർജി, ഒരു എന്താ പറയുക, എനിക്കിത് നേടണം, ഓക്കെ, ഈ ഒരു എനർജി ആയിട്ട് മുന്നോട്ട് പോകണം, അതിനെന്തൊക്കെ ചെയ്യണം, ആ ഒരു എനർജിയിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയാണ് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ ഏഞ്ചൽ സപ്പോർട്ട്, സ്പിരിച്വൽ സപ്പോർട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ചിലപ്പോൾ ഹീലിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒത്തിരി സ്നേഹം അല്ലെങ്കിൽ ഒത്തിരി സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഒത്തിരി ആക്ഷൻസ് എടുക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒത്തിരി മുന്നോട്ട് പോകാനായിട്ട്, ആ ഒരു ഗ്രോത്തിലോട്ട്, വിക്ടറി, സക്സസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. കുറച്ച് പേരോട് പറയുന്നുണ്ട്, ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ കരിയറിൽ പ്രോബ്ലം നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ അപ്പർ ചക്രാസ്, ഓക്കെ, നമ്മുടെ മുകൾ ഭാഗത്തോട്ടുള്ള ചക്രാസ്, അതായത് ഹാർട്ട് ചക്ര, ത്രോട്ട്, തേർഡ് ഐ ചക്ര, അതെല്ലാം കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓവർ തിങ്കിങ്ങിൻ്റെ എനർജി, അതെല്ലാം കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലം നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലവ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി
എഗെയിൻ ഒത്തിരി പവർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി പെട്ടെന്ന് ധൃതി കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻസ്, എന്തെങ്കിലുമൊക്കെ സംസാരങ്ങൾ നടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാക്ക് തർക്കങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇല്യൂഷൻ മായയിലിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവന്നതിന് ശേഷം മാത്രം നിങ്ങൾ ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഒത്തിരി ധൃതി കൂട്ടാതിരിക്കുക. കുറച്ച് പേർക്ക് ട്രാവലിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വീക്കിൽ വന്നിട്ട്. വാഹനമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും കുറച്ചും കൂടെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വർക്ക് ചെയ്യുക. ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള എനർജി ആയിട്ട് കണക്ട് ചെയ്യുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ബാക്കിൽ 6 ഓഫ് വാണ്ട്സിൻ്റെ എനർജി. ഓക്കെ, ഒത്തിരി സക്സസ്, ഒത്തിരി സ്റ്റെബിലിറ്റി കാണുന്നുണ്ട് ഈ ഒരു വീക്കിൽ വന്നിട്ട്. അതുപോലെ തന്നെ ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസിൽ ഓവറോൾ ഈ ഒരു വീക്കിൽ കുറച്ചൊന്ന് സ്റ്റേബിളായിട്ടിരിക്കാനായിട്ടാണ് പറയുന്നത്. ബാലൻസ്ഡ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അബണ്ടൻസ്, നിങ്ങളുടെ പ്രോസ്പെരിറ്റി, മണി, ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള പവർ എല്ലാം നന്നായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. റിലേഷൻഷിപ്പിൽ കമ്മിറ്റ്മെൻറ്റ്, അർപ്പണ മനോഭാവം, ആ ഒരു എനർജിയിലും ടാപ്പിൻ ചെയ്യാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫുൾ മൂൺ മെസ്സേജസ് നോക്കാം. ഈ ഒരു വീക്കിൽ നവംബർ 15 ഫുൾ മൂൺ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് എനർജിയിലാണ് ഇരിക്കേണ്ടത്, അതുപോലെ തന്നെ എന്ത് മാനിഫെസ്റ്റേഷൻസ് ആണ് നിങ്ങൾ കൊണ്ടുവരുന്നത് നോക്കുക. പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവർ ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ എന്ത് എനർജിയിലിരിക്കണം? ടേക്ക് എ റിസ്ക്. മൂൺ ഫ്ലവർ ബാക്കിൽ വന്നിട്ട് ടേക്ക് ദ ലീഡാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി, നിങ്ങളുടെ ആ ഒരു പൊട്ടൻഷ്യൽ നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്നും ചെയ്യുന്ന കാര്യങ്ങൾ, എന്നും ചെയ്യുന്ന ആ ഒരു സെയിം റുട്ടീനിൽ നിന്ന് മാറിയിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് പഠിക്കാനായിട്ട്, എന്തെങ്കിലുമൊക്കെ പുതിയ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജിയിൽ ഇരിക്കാനായിട്ടാണ് ഈ ഒരു സമയത്ത് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ എന്ത് മാനിഫെസ്റ്റേഷൻസ് ആണ് ഈ ഒരു സമയത്ത് കൊണ്ടുവരുന്നത് നോക്കാം. സപ്പോർട്ട്. കുറച്ച് പേര് ഈ ഒരു സമയത്ത് ഒത്തിരി സപ്പോർട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്, ലൈഫിൽ എന്താ പറയുക, ആ ഒരു ഡയറക്ഷനിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഗ്രൂപ്പ്, നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് വർക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. ഓക്കെ, അവിടെ എന്തെങ്കിലുമൊക്കെ ലീഡർഷിപ്പ് റോള്, എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ അതെങ്ങനെ മാനേജ് ചെയ്യാം, ആ ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അത് കുറച്ച് പേര് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് ഇമോഷണൽ ആയിട്ടുള്ള എനർജി ആയിരിക്കാം. ഓക്കെ, ഒരു ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് ഇത് ഡോക്ടറിൻ്റെ സപ്പോർട്ടായിരിക്കാം. എന്താ പറയുക, എന്തെങ്കിലും ക്ലിനിക്കൽ സപ്പോർട്ട് എടുക്കുന്നുണ്ടാകാം കുറച്ച് പേര്. ഓക്കെ, ആ ഒരു എനർജി മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ന്യൂ ടെക്നോളജി, ഓക്കെ, പുതിയതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഡ്രീം ഫുൾഫിൽ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിനാവശ്യമുള്ള ടെക്നോളജി, എന്തെങ്കിലുമൊക്കെ വിസ്ഡം, എന്തെങ്കിലുമൊക്കെ നോളേജ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. അതിന് മറ്റുള്ളവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, നിങ്ങളുടെ ബ്ലെസ്സിങ്സും അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻസും എന്താണെന്ന് നോക്കാം. പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ എനർജി എന്താണ്? താങ്ക് യു. പേജ് ഓഫ് എർത്തിൻ്റെ എനർജി, അതായത് പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ലെറ്റർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെസ്സേജ്, എന്തെങ്കിലുമൊക്കെ ന്യൂസ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് എന്തെങ്കിലും എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ ഒത്തിരി നോളേജ്, ഒത്തിരി അറിവ്, എഗെയിൻ ആ ഒരു എനർജി മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് സെൽഫ് ഡിസ്കവറിയാണ്, നിങ്ങളെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു എനർജി മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് മെൻറ്റർ, ഗുരു, ഓക്കെ, ആ ഒരു എനർജി മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇതൊരു സ്റ്റുഡൻറ്റിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളെ മുന്നോട്ട് നയിക്കാനായിട്ട്
എന്തെങ്കിലും ഒരു എനർജി പ്രിപ്പയർഡ് ആയിട്ട് വരുന്നതായിട്ട് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസിനും ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഒരു വീക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, വേറെ എന്ത് എനർജിയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്? പൈൽ നമ്പർ 1 വന്നിട്ട് എംപററിൻ്റെ എനർജി. ഇത് കുറച്ച് പേർക്ക് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ഓർഗനൈസേഷൻ, എഗെയിൻ ലീഡർഷിപ്പ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ടുള്ള ആ ഒരു എനർജി മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ നേടാനായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. എന്തെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫേമിൽ വർക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയുടെ കീഴിൽ വർക്ക് ചെയ്യാനായിട്ട്. എഗെയിൻ ഗുരു. ഓക്കെ, ഒരു സപ്പോർട്ടിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടാണ്. ഓക്കെ, വേറെ എന്ത് ബ്ലെസ്സിങ് ആണുള്ളത്? പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവർക്ക് എന്ത് ബ്ലെസ്സിങ് ആണുള്ളത്? പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജി. നിങ്ങൾ ഈ ഒരു വീക്കിൽ കുറേ കൂടെ പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നതായിട്ട്, സത്യം, നീതി, ആ ഒരു എനർജിയിൽ നിങ്ങൾ നിന്ന് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് തനിക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ തുറന്ന് പറയാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. വേറെ എന്ത് ബ്ലെസ്സിങ് ആണ്? കുറച്ച് പേർക്ക് ഇത് ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ടാകാം. ഓക്കെ, വേറെ എന്ത് ബ്ലെസ്സിങ് ആണ്? പൈൽ നമ്പർ 1 ഇവിടെ 2 ഓഫ് സോഡ്സിൻ്റെ എനർജി. എഗെയിൻ നിങ്ങൾ കറക്റ്റായിട്ടുള്ള പാത്ത്, കറക്റ്റായിട്ടുള്ള റൂട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ്. ഓക്കെ, റൈറ്റ് ഡിസിഷൻസ് എടുക്കാനായിട്ട് ഈ ഒരു വീക്ക് ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. കറക്റ്റ് തീരുമാനം, ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഒത്തിരി പോപ്പുലാരിറ്റിയുടെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാത്ത് വന്നിട്ട് നിങ്ങളുടെ ലൈഫിലൊരു സ്റ്റെബിലിറ്റി, ഒരു വിക്ടറി, സക്സസ് കൊണ്ടുവരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ എന്ത് ബ്ലെസ്സിങ് ആണ്? ഇവിടെ 7 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അവെയർനെസ്, കോഷൻ, കോൺസിക്വൻസസ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുന്നേ ആയിട്ട് എന്തെങ്കിലുമൊക്കെ സയൻസ്, എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ട്, ഒരു അവെയർനെസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ ആ ഒരു ചാലഞ്ച് ധൈര്യപൂർവ്വം നേരിടാനായിട്ട്, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. നിങ്ങളുടെ ഫൈനൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 1 ഫൈനൽ മെസ്സേജ് എന്താണ്? ഐ ആം വർത്തി. ഐ ഡിസേർവ് മോർ ദാൻ ജസ്റ്റ് എ കംഫർട്ടബിൾ ആൻഡ് ഈസി ലൈഫ്. ഐ ആം വർത്തി ഓഫ് സോ മച്ച് മോർ. കുറച്ച് പേർക്കിത് നിങ്ങളുടെ വർത്ത് ഇഷ്യൂസാണ്. ഓക്കെ, നിങ്ങളുടെ മൂല്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, നിങ്ങളുടെ ആ ഒരു സെൽഫ് എസ്റ്റീമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണുന്ന രീതി, അതിലെന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹീലിംഗ് എനർജി കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് പാസ്റ്റിൽ എന്തെങ്കിലും എനർജീസ്, പാസ്റ്റിൽ എന്തെങ്കിലും ചാലഞ്ചസ് എന്തെങ്കിലും നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, അത് നിങ്ങളുടെ മൂല്യം, നിങ്ങളുടെ വർത്തിനെസ് അത് ചാലഞ്ച് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അവിടെ ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകാം, പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വർത്തിയാണ്. നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ അബണ്ടൻസിനും വേണ്ടിയിട്ട്, എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾക്ക് അർഹതയുണ്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈസി ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങളെല്ലാം ഡിസേർവ് ചെയ്യുന്നുണ്ട്, അർഹിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ആ ഒരു എനർജിയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീക്ക് വന്നിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മൂല്യം, നിങ്ങളുടെ സെൽഫ് വർത്ത്, നിങ്ങളുടെ ആ ഒരു സെൽഫ് എസ്റ്റീം ഈ ഒരു വീക്കിൽ ബാലൻസിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അഫർമേഷൻ പറയുക, ഐ ആം വർത്തി. കുറച്ച് പേർക്ക് ഈ ഒരു വീക്കിൻ്റെ തുടങ്ങുന്ന സ്റ്റാർട്ടിങ് ടൈം ആയിരിക്കും. ഓക്കെ, ആ ഒരു സമയം കുറച്ചും കൂടെ ശ്രദ്ധിക്കുക, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ബോഡി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. നിങ്ങളെ മിററിൽ കാണുന്ന സമയത്ത് നിങ്ങളെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ പറയുന്നുണ്ടാകാം. അപ്പോൾ ബോഡിയെക്കുറിച്ചിട്ടുള്ള, നിങ്ങളുടെ അപ്പിയറൻസിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെയും ഹീലിംഗ് കൊണ്ടുവരിക. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോളാണ്. ഓക്കെ, അപ്പോൾ ഐ ആം വർത്തി ആ ഒരു അഫർമേഷൻ നിങ്ങൾ ഈ ഒരു വീക്ക് ഓർക്കുക, താഴെ എഴുതാനായിട്ടും ശ്രമിക്കുക. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ഈ ഒരു വീക്കിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. ബ്യൂട്ടിഫുൾ എനർജീസ് ആണ്. നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വീക്ക് വന്നിട്ട് എല്ലാ നന്മകളും നേരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഈ ഒരു വീക്കിലോട്ടുള്ള നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ ഈ ഒരു വീക്കിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. അതുപോലെ തന്നെ 15th ഫുൾ മൂൺ വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഇവിടെ വന്നിട്ട് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി, ഒത്തിരി സ്പിരിച്വൽ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേര് സ്പിരിച്വലായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹീലിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കരിയറിലുണ്ടെങ്കിൽ, എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി അബണ്ടൻസ് ഈ ഒരു വീക്കിൽ കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, 3 of Wands, 4 of Wands, King of Cups, Page of Wands. ഒത്തിരി വോൺസ് ഇവിടെ വന്നിട്ടുണ്ട്. ഒത്തിരി ഫയറിൻ്റെ എനർജി, ഒത്തിരി പാഷൻ്റെ എനർജി വന്നിട്ടുണ്ട്. ബാക്കിലും ഇവിടെ വോണ്ടാണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് വോൺസിൻ്റെ എനർജി. നിങ്ങൾ ഈ ഒരു വീക്കിൽ നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ ഒരു ന്യൂ എനർജി ആയിട്ട് കണക്ട് ചെയ്യാം, ന്യൂ പാഷനായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം, തൻ്റെ സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷൻ എങ്ങനെ മറികടക്കാം, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എങ്ങനെ പുതിയ ഗ്രോത്ത് കൊണ്ടുവരാം. ഓക്കെ, ആ ഒരു എനർജിയിൽ ഓവറോൾ ഈ ഒരു വീക്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ബോഡി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് പേര് ഹീലിംഗ് കൊണ്ടുവരാനായിട്ടും ശ്രമിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ വൈറ്റാലിറ്റി, നിങ്ങളുടെ പവർ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരു ടൈം പീരീഡായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അത് കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ, കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു എക്സ്പാൻഷൻ, കുറച്ചും കൂടെ ഒരു വികസനം കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ബോക്സിൽ നിന്നിട്ട് നിങ്ങൾ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് ഒത്തിരി നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന എന്തെങ്കിലും അവസരം, എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളോട് പറയുന്നത് ഫ്രഷ് വ്യൂവിൽ പുതിയ ഒരു എനർജിയിലിരുന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കരിയറിനെ, ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷനെ നോക്കിക്കാണാനായിട്ട് ശ്രമിക്കുക. ഒത്തിരി കോൺഫിഡൻസും ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ അതിലും വർക്ക് ചെയ്യുക ഈ ഒരു വീക്കിൽ വന്നിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ലവ് റിലേഷൻഷിപ്പൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ എനർജി, ഒത്തിരി ഹാപ്പിനെസ്, ഒത്തിരി സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങളോട് പറയുന്നത് ആ ഒരു സ്നേഹം, ആ ഒരു അനുകമ്പ, ആ ഒരു എനർജിയിൽ ടാപ്പിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ പവർ, ശക്തി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അത് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതാണ്. പോസിറ്റീവായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്, ഓക്കെ, ഒരു പരസ്പര സഹായം, ആ ഒരു എനർജിയിൽ ഇരിക്കാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. ഓക്കെ, അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓവറോൾ ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ എനർജി ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. ലാക്ക് മെൻറ്റാലിറ്റിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആ ഒരു പെർസീവിയറൻസ്, അതായത് ചെയ്യാനായിട്ടുള്ള ആ ഒരു എനർജി കുറച്ചും കൂടെ നിങ്ങൾ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, തോറ്റു പോകാതിരിക്കുക. എത്രയൊക്കെ നിങ്ങൾക്ക് ഫെയിലിയേഴ്സ് ഉണ്ടാകുന്നുണ്ടെങ്കിലും ഓരോ ചെറിയ ചുവടുവെപ്പ് എടുത്തു വെച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കാരണം ആ ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആക്ഷൻസ് എടുക്കണം. നിങ്ങളുടെ സൈഡിൽ നിന്ന് പ്രവർത്തിക്കേണ്ട സിറ്റുവേഷൻസ് വരുന്നുണ്ടാകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ്, ഊർജം, അതെല്ലാം കണ്ടെത്താനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള സ്ട്രഗിൾ ആയിരിക്കാം. ഓക്കെ, ഒത്തിരി 5 ഓഫ് വാണ്ട്സിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കോമ്പറ്റീഷൻ്റെ എനർജി, ജലസിയുടെ എനർജി. ഓക്കെ, അതെല്ലാം നിങ്ങളുടെ റോഡ് ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ ശക്തിയിൽ, നിങ്ങളുടെ ആ ഒരു ഊർജ്ജത്തിൽ നിങ്ങൾ വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതെല്ലാം ഈ ഒരു വീക്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ കരിയറിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ്, മാറ്റങ്ങൾ വരുന്നുണ്ടാകാം. സഡൻ ആയിട്ടായിരിക്കാം, നിങ്ങൾ വിചാരിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കുറച്ച് പേരോട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഈ ഒരു വീക്കിൽ നിങ്ങളുടെ ഹെൽത്തിന്, ആരോഗ്യത്തിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ടും പറയുന്നുണ്ട്. ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് 15th ഫുൾ മൂണാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് എനർജിയിലിരിക്കണം നോക്കാം. അതുപോലെ തന്നെ എന്ത് മാനിഫെസ്റ്റേഷൻസ് ആണ് വരുന്നത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ എന്ത് എനർജിയിലിരിക്കണം ഈ ഒരു വീക്ക് വന്നിട്ട് ഫുൾ മൂൺ ടൈമിൽ. ഇവിടെ നിങ്ങൾക്ക് 2 കാർഡ്സ് വന്നിട്ടുണ്ട്. അക്സെപ്റ്റ്, ഹെൽപ്പ്, ചേഞ്ചസിൻ്റെ എനർജിയാണ്. ഇവിടെ കുറച്ച് പേരോട് പറയുന്നത് മാറ്റങ്ങൾ നല്ലതാണെങ്കിൽ അതിനോട് എസ് പറയാനായിട്ട് ശ്രമിക്കുക. സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് മാറാനായിട്ടുള്ള ആ ഒരു കേപ്പബിലിറ്റി, അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ ചേഞ്ചസിനോട് നിങ്ങൾ എസ് പറയാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, ട്വിൻ ഫ്ലെയിം ജേർണി അല്ലെങ്കിൽ സോൾമേറ്റ് ജേർണി, അവിടെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ്, അവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി ആയിട്ട് വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് നേടാനായിട്ടും ശ്രമിക്കുക. ഇവിടെ ഈ ഒരു പെൺകുട്ടി വന്നിട്ട് ഒറ്റയ്ക്ക് തനിച്ചിരിക്കുന്ന ഒരു എനർജിയാണ്. കൂടെ ആരുമല്ല, ആ ഒരു ലോൺലിനെസ്സിൻ്റെ എനർജി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫെമിനിൻ എനർജി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ നർച്ചർ ചെയ്യുക, നിങ്ങളെ പരിപാലിക്കുക. അഗെയിൻ നിങ്ങളുടെ ഹെൽത്തിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, കാരണം കുറച്ച് പേർ ഇപ്പോൾ ചേഞ്ചസ്, ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലായിരിക്കാം, മാറ്റങ്ങളുടെ ആ ഒരു സമയത്തായിരിക്കാം. അപ്പോൾ ഒത്തിരി ചാലഞ്ചസ്, ഒത്തിരി എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കാനായിട്ടും നിങ്ങളൊരു പ്രയോറിറ്റി ആയിട്ട് നിങ്ങളെ കാണാനായിട്ടും മുൻഗണന കൊടുക്കാനായിട്ടും ഈ ഒരു വീക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഈ ഒരു വീക്കിൽ നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് നോക്കാം. ഹീലിംഗ്. ഈ ഒരു വീക്കിൽ നിങ്ങൾ ഹീലിംഗ് ആണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ബ്യൂട്ടിഫുൾ. ഒത്തിരി ഹീലിംഗ് എനർജി നിങ്ങൾക്ക് ഈ ഒരു ഫുൾ മൂൺ കൊണ്ടുവരുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിൽ എക്സസ് ആയിട്ടുള്ള, ആവശ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നുണ്ടാകാം. ഇനി മുന്നോട്ട് എന്തായിരിക്കും, ലൈഫ് എന്തായിരിക്കും, ആ ഒരു ടെൻഷൻ, ആ ഒരു ആങ്സൈറ്റി കുറച്ച് പേരുടെ ഉള്ളിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്തു പോകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹീലിംഗ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതാണ് ഈ ഒരു വീക്കിൽ വന്നിട്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം. പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ എനർജീസ് എന്താണ്? താങ്ക് യു. ഇവിടെ അവേക്കനിങ് കാണുന്നുണ്ട്. എഗെയിൻ ഹീലിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എനർജിയാണ്. കുറച്ച് പേർക്ക് ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെ നോക്കിക്കാണാനായിട്ടുള്ള നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, കാഴ്ചപ്പാടിലൊക്കെ ഒത്തിരി ചേഞ്ചസ് വരുന്നതായിട്ട് ഈ ഒരു വീക്കിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതാണ്. കുറച്ച് പേർ ഒരു സ്റ്റക്ക് എനർജിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, ആ ഒരു ടൈമിൽ ഒത്തിരി ചേഞ്ചസ്, ഒരു ഷിഫ്റ്റ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എഗെയിൻ നിങ്ങളെ ഡൗട്ട് ചെയ്യുക, ഒരു കൺഫ്യൂഷൻ്റെ എനർജി. ഓക്കെ, അത് മറികടക്കാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് സാധിക്കുന്നതാണ്. വേറെന്ത് എനർജിയാണ്? ജസ്റ്റിസ്, ലോ ഓഫ് കർമ്മ. കുറച്ച് പേർക്ക് നിങ്ങളുടെ കർമ്മ, നിങ്ങൾ എന്താണോ ആക്ഷൻസ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ പാസ്റ്റിൽ ചെയ്ത കർമ്മ, ഓക്കെ, അതിൽ കുറച്ചും കൂടെ നിങ്ങൾ റെസ്പോൺസിബിൾ ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു വീക്ക് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ. കുറച്ച് പേർക്ക് ലോ, ജസ്റ്റിസ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എനർജി മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോ ഓഫ് കർമ്മ ഈ ഒരു വീക്കിൽ
നിങ്ങളുടെ ലൈഫിൽ കടന്നു വരുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയം നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വേറെ എന്ത് ബ്ലെസ്സിങ് ആണുള്ളത്? പായൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് ഇവിടെ വന്നിട്ട് ഹെർമിറ്റിൻ്റെ എനർജി. കുറച്ച് പേർക്ക് കരിയറിൽ എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ ഫേസിലോട്ട് കടക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേര് ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, സ്റ്റക്ക് സിറ്റുവേഷനിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അത് മറികടക്കാനായിട്ടുള്ള ഒരു എനർജി. ഓക്കെ, കുറച്ച് പേർക്ക് ഒരു മെൻറ്റർ, ഒരു ഗുരുവിൻ്റെ ബ്ലെസ്സിങ് കാണുന്നുണ്ട്. ഓക്കെ, ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ബ്ലെസ്സിങ്സ് കൊണ്ടുവരുന്നതാണ്. ഇത് കുറച്ച് പേർക്ക് ഒരു സ്പിരിച്വൽ എനർജി ആയിരിക്കാം. ഓക്കെ, കുറച്ച് പേര് മെഡിറ്റേഷനായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു വീക്ക് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് വേൾഡിന് വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു 4 ഓഫ് സോഡ്സിൽ ഒത്തിരി പീസ്, ഒത്തിരി സമാധാനത്തിൻ്റെ എനർജിയാണ്. എഗെയിൻ നിങ്ങളുടെ എനർജി വീണ്ടെടുക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. റെസ്റ്റ് ആൻഡ് റിപ്പയർ, വെക്കേഷൻ്റെ എനർജി. കുറച്ച് പേര് പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടംപ്ലേറ്റ് ചെയ്യുന്നതായിട്ട്, അതായത് ഈ ഒരു കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചു, ഇനി മുന്നോട്ട് ഞാൻ എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത്, അതിനെക്കുറിച്ചിട്ടൊക്കെ സമാധാനപൂർവ്വമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടംപ്ലേറ്റ് ചെയ്യുന്നതായിട്ട്, ചിന്തിക്കുന്നതായിട്ട് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ എന്ത് ബ്ലെസ്സിങ് ആണുള്ളത്? 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. ഫാമിലി ലൈഫിൽ ഒത്തിരി ബ്ലെസ്സിങ് കാണുന്നുണ്ട്. ഓക്കെ, ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ റിട്ടേൺ വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് മണി ഫിനാൻസ് ആയിരിക്കാം, കുറച്ച് പേർക്ക് ഇത് സ്നേഹമായിരിക്കാം. ഓക്കെ, നിങ്ങൾ ഒരു വ്യക്തിനെ ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ട്, ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കർമ്മ റിട്ടേൺ ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഷ്യൻസ്, സമാധാനമായിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. ഓക്കെ, ചിലപ്പോൾ ഫാമിലിയിൽ എന്തെങ്കിലും സോറോ, ലാക്ക് മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ പൈസയുടെ എന്തെങ്കിലും പ്രോബ്ലംസ്, ഓക്കെ, അതിനൊരു ഹെൽപ്പായിരിക്കാം, സപ്പോർട്ടായിരിക്കാം, അത് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടാകാം. വേറെ എന്ത് ബ്ലെസ്സിങ് ആണ്? താങ്ക് യു. ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. കുറച്ച് പേർക്ക് ഇത് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും റിസർച്ച് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരു എംപവർമെൻറ്റ് കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ ഒരു ആത്മസംതൃപ്തി കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ഒത്തിരി കാലമായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് ആ ഒരു പാത്ത് ഈ ഒരു വീക്കിൽ ഓപ്പൺ ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേര് എന്തെങ്കിലും ചാരിറ്റി, എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാകാം, ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാകാം. കുറച്ച് പേരുടെ സെർച്ച് ഇവിടെ എൻഡാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഒരു ഗുരുവിന് വേണ്ടിയിട്ടുള്ള ഒരു സെർച്ച് ആയിരിക്കാം, ആൻസറിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക സെർച്ച് ആയിരിക്കാം, തിരഞ്ഞ് നടക്കുന്ന ആ ഒരു എനർജി, അത് ഇവിടെ എൻഡാകുന്നതായിട്ട്, നിങ്ങൾക്ക് അതിനുള്ള ആൻസേഴ്സ്, സൊല്യൂഷൻസ് ലഭിക്കുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ എൻഡ് ചെയ്തിട്ട് ഒരു ന്യൂ ഫേസിലോട്ട് കിടക്കുന്ന ഒരു എനർജിയും ഈ ഒരു വീക്കിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ബെനിഫിറ്റ് കൊണ്ടുവരാത്ത, നിങ്ങൾക്ക് എന്താ പറയുക ലോസ് കൊണ്ടുവരുന്ന എന്തെങ്കിലും എനർജീസ് വേണ്ടെന്ന് വെച്ചിട്ട് പുതിയൊരു പാത്തിലോട്ട് കുറച്ച് പേര് കിടക്കുന്നുണ്ടാകാം ഈ ഒരു വീക്കിൽ വന്നിട്ട്. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പീസ് കൊണ്ടുവരുന്നുണ്ടാകാം. നിങ്ങളുടെ ഫൈനൽ മെസ്സേജ് നോക്കാം. പായൽ നമ്പർ 2യുടെ ഫൈനൽ മെസ്സേജ് എന്താണ്? സ്പിരിച്വൽ അവേക്കനിങ്. നമ്പർ 35 ആണ് വന്നേക്കുന്നത്. ബാക്കിൽ ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ വിത്തിൻ, എവറിത്തിങ് ഐ നീഡ് ഈസ് ഓൾറെഡി ഇൻസൈഡ് മീ ആസ് ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ. ഇവിടെ നിങ്ങളോട് കുറച്ചും കൂടെ നിങ്ങളുടെ എനർജി നിങ്ങളിലോട്ട് തന്നെ തിരിക്കാനായിട്ടാണ് പറയുന്നത്. മെഡിറ്റേഷൻ ചെയ്യുക, യോഗ ചെയ്യുക, എനർജി ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ വൈബ്രേഷൻ കൂട്ടാനായിട്ട് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യുക ഈ ഒരു വീക്ക് വന്നിട്ട്. നിങ്ങൾക്കുള്ള ആൻസേഴ്സ്, സൊല്യൂഷൻസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇന്നർ സെൽഫായിട്ട് ഈ ഒരു വീക്ക് കണക്ട് ചെയ്യാനായിട്ടാണ് ഓവറോൾ നിങ്ങളോട് പറയുന്നത്.
അപ്പോൾ നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വാക്കുകൾ വളരെ പവർഫുള്ളാണ്. നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, ഓവറോൾ പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എഗെയിൻ കർമ്മ, അത് നിങ്ങൾ മനസ്സിൽ എപ്പോഴും ഓർക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ഈ ഒരു വീക്കിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റീഡിംഗ് ആണ്. ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജി വരുന്നുണ്ട് ഈ ഒരു വീക്കിൽ വന്നിട്ട്. കുറച്ചൊന്ന് ബാലൻസ്ഡ് ആയിട്ടിരിക്കുക, അത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീക്ക് നേരുന്നു. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.